Hi dear students, good morning. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്കിട്ടാണ് നാം പോകുന്നത്. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലെ ഫസ്റ്റത്തെ മോഡ്യൂളായ മാത്തമാറ്റിക്കൽ ലോജിക്കാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പ്രപ്പോസിഷൻ എന്താണെന്നും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രപ്പോസിഷനാണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി പ്രപ്പോസിഷൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സിലബസിൽ പറയുമ്പോൾ പ്രപ്പോസിഷൻ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ആ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ എന്താണ് എന്നാണ് നാം ഈ വീഡിയോയിൽ പറയുന്നത്. മാത്തമാറ്റിക്കൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്താണ്? ലോജിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ട്രൂത്ത് വാല്യൂ ആയിരിക്കും. കറക്റ്റായിട്ടൊരു വാല്യൂ ഉണ്ടായിരിക്കും, ഒരു ട്രൂത്ത് വാല്യൂ ഉണ്ടായിരിക്കും. അതാണ് എന്ത് ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നുകിൽ ഒരു ട്രൂ അല്ലെങ്കിൽ ഒരു ഫാൾസ്. പ്രപ്പോസിഷൻ പോലെ തന്നെ ഒരു പ്രപ്പോസിഷനാണ്, അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന രണ്ട് കണ്ടീഷൻ ഉണ്ടായിരിക്കും. അതിനെ ട്രൂത്ത് വാല്യൂ എന്നാണ് പറയുക. ട്രൂത്ത് വാല്യൂ എന്ന് പറയും. അതൊരു ടേബിൾ വഴിയാണ് നമ്മൾ മെൻഷൻ ചെയ്യുക. ഈ ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു ടേബിൾ ഫോർമാറ്റിലാണ് കാണിക്കുക. ആ ടേബിൾ ഫോർമാറ്റിനെ പറയുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിളിലെ വാല്യൂസിനെയാണ് ട്രൂത്ത് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രൂത്ത് വാല്യൂവിനെ ഏതെങ്കിലും ഒരു ലോജിക്കൽ ഓപ്പറേഷൻ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ട്രൂത്ത് വാല്യൂവിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലോജിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. റിസൾട്ട് എപ്പോഴും ലോജിക്കൽ വാല്യൂ ആയിരിക്കും. അത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ഈ രണ്ട് വാല്യൂയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. രണ്ട് ടൈപ്സാണ് ലോജിക്കൽ ഓപ്പറേറ്റർ ഉള്ളത്. ഒന്ന് യൂണറി ഓപ്പറേറ്ററും രണ്ടാമത്തത് ബൈനറി ഓപ്പറേറ്റർ. ടു ടൈപ്സ് ഓഫ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഫസ്റ്റ് വൺ യൂണറി ഓപ്പറേറ്റേഴ്സ്, സെക്കൻഡ് വൺ ബൈനറി ഓപ്പറേറ്റേഴ്സ്. ഇനി എന്താണ് യൂണറി ഓപ്പറേഷൻ എന്ന് നോക്കാം. ആ പേര് കേൾക്കുന്നതിന് നിങ്ങൾക്ക് മനസ്സിലേക്ക് വരും യൂണറി. അതായത് സിമ്പിളായിട്ടുള്ളൊരു ഓപ്പറേറ്ററാണ്. അതായത് ഒന്നിൽ കൂടുതൽ ട്രൂത്ത് വാല്യൂവിനെ കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ, അതായത് ഒന്ന് കൂടുതൽ വാല്യൂകൾ ഉണ്ടാവില്ല. പി എന്നൊരു വാല്യൂ പരിഗണിക്കുകയാണെങ്കിൽ പി ക്യൂ ആണെങ്കിൽ ക്യൂ, അതേസമയം പിയും ക്യൂവും കൂടി പരിഗണിക്കാം. പക്ഷേ എന്താണ്, ഇതിലൊറ്റ വാല്യൂ മാത്രമേ പരിഗണിക്കുള്ളൂ. അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിന് പറയുന്ന പേരാണ് യൂണറി ഓപ്പറേഷൻ. ഒരു പി എന്നുള്ളതൊരു പ്രപ്പോസിഷനാണ് എങ്കിൽ യൂണറി ഓപ്പറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള അങ്ങനെ നോക്കാം. അങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. യൂണറി ഓപ്പറേറ്റർ മറ്റൊരു പേരാണ് നെഗേഷൻ ഓപ്പറേറ്റർ. ആ പേര് തന്നെ നെഗേഷൻ ഓപ്പറേറ്റർ. നെഗറ്റീവ് വൽക്കരിക്കുക, അതായത് തന്നതിൻ്റെ നെഗറ്റീവ്. ട്രൂ ആണെങ്കിൽ അത് ഫാൾസ് ആണെങ്കിൽ ട്രൂ. അതാണ് നെഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് നെഗേഷൻ ഓപ്പറേറ്റർ എന്ന് പറയും. അപ്ലൈഡ് ഓൺലി ഇൻ സിംഗിൾ പ്രപ്പോസിഷൻ. ഞാൻ പറഞ്ഞു, ഒന്നുകിൽ പി അല്ലെങ്കിൽ ക്യൂ, അത് ഏതെങ്കിലും ഒരു പ്രപ്പോസിഷൻ മാത്രമേ ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ പ്രപ്പോസിഷന് കൂട്ടിച്ചേർക്കില്ല. സിമ്പിൾ പ്രപ്പോസിഷനായിട്ടാണ് യൂസ് ചെയ്യുക. ലെറ്റ് പി ബി പ്രപ്പോസിഷൻ. എന്താണ്, പി എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ ആണെങ്കിൽ നെഗേഷൻ എന്ന് പറയുന്നതിനെ എങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. നോക്കുക, ഈ റെപ്രസെൻറ്റേഷൻ എല്ലാം തന്നെ നെഗേഷൻ കാണിക്കാൻ. പി എന്നൊരു പ്രപ്പോസിഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നെഗേഷൻ പി എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതാം. ഇതൊരു നെഗറ്റീവ് ചിഹ്നം ഇട്ടിട്ട് പി, പിന്നെ ഇതിങ്ങനെ ടിൽറ്റ് സിമ്പൽ ഇങ്ങനെ അങ്ങനെ എഴുതാം, പിന്നെ ഇങ്ങനെ എഴുതാം, പിന്നെ ഒരു ആശ്ചര്യ ചിഹ്നം പോലെ ഇട്ടിട്ട് പി എഴുതാം. ഒക്കെ എന്താണ്, നെഗേഷൻ. അപ്പോൾ 4 തരത്തിൽ നമുക്ക് നെഗേഷൻ എഴുതാം. That is P is true or false. Negation P is false or true respectively. അത് പി എന്ന് പറഞ്ഞാൽ ട്രൂവോ അല്ലെങ്കിൽ ഫാൾസോ ആണെങ്കിൽ നെഗേഷൻ പി എന്ന് പറഞ്ഞത്
ഫാൾസോ അല്ലെങ്കിൽ ട്രൂവോ ആയിരിക്കും. അതായത് റെസ്പെക്റ്റീവായി പറയുക, ട്രൂ ആണെങ്കിൽ ഫാൾസ്, ഫാൾസ് ആണെങ്കിൽ ട്രൂ, അങ്ങനെയാണ് പറയുന്നത്. പി ട്രൂ ആണെങ്കിൽ നെഗേഷൻ ബി ഫാൾസ്, പി ഫാൾസ് ആണെങ്കിൽ നെഗേഷൻ ബി ട്രൂ, അങ്ങനെയാണ് വരുന്നത്. അതാണ് യൂണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്ററിൻ്റെ ടേബിൾ പറഞ്ഞാൽ സിമ്പിളാണ്, വരയ്ക്കാൻ ആകെ 2 എലമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇവിടെ ടേബിൾ കാണിച്ചിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരച്ച് കാണിക്കാം. ഇതൊരു ടേബിൾ ആണെങ്കിൽ പി എന്ന് പറയുന്നത് നെഗേഷൻ പി ആണെങ്കിൽ, പിൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ നെഗേഷൻ ബി എന്ന് പറഞ്ഞാൽ ഫാൾസ് ആവും. പിൻ്റെ വാല്യൂ ഫാൾസ് ആണെങ്കിൽ നെഗേഷൻ ബി എന്ന് പറഞ്ഞാൽ ട്രൂ ആയിരിക്കും. അങ്ങനെയാണ് സിമ്പിൾ ഓപ്പറേറ്ററായ യൂണറി ഓപ്പറേറ്റർ അല്ലെങ്കിൽ നെഗേഷൻ ഓപ്പറേറ്ററിനെ കുറിച്ച് പറഞ്ഞത്. രണ്ടാമത്തേത് പറഞ്ഞാൽ ബൈനറി ഓപ്പറേഷനാണ്. ബൈനറി ഓപ്പറേറ്ററിൽ ഒരുപാട് തരത്തിലുള്ള ബൈനറി ഓപ്പറേഷനുകളുണ്ട്. അതിൽ മെയിനായിട്ട് നമുക്ക് 4 പഠിക്കാനുള്ളത്. കൺജങ്ഷൻ, ബൈജങ്ഷൻ, കൺജങ്ഷൻ, ഡിസ്ജങ്ഷൻ, എക്സ്ക്ലൂസീവ് ഓർ ഇംപ്ലിക്കേഷൻ, പിന്നെ ബൈ ഇംപ്ലിക്കേഷൻ എന്നുള്ള ഒന്നുകൂടി ഉണ്ട്. അത് എനിക്ക് പേരില്ല. ബൈ ഇംപ്ലിക്കേഷനും ജസ്റ്റ് പറയാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺജങ്ഷൻ, ഡിസ്ജങ്ഷൻ, എക്സ്ക്ലൂസീവ് ഓർ ഇംപ്ലിക്കേഷൻ. ഇനി എന്താണ് കൺജങ്ഷൻ എന്ന് നോക്കാം. കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പേര് മീറ്റ് എന്ന് പറയാറുണ്ട്. പിന്നെ ഒരു പേര് ആൻഡ് എന്ന് പറയാറുണ്ട്. അതാണ് അവിടെ ആൻഡ് എന്നുള്ള സിമ്പിളൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ. പിന്നെ ആൻഡിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇത്. ധാന്യം കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആൻഡ് എന്ന് ഉപയോഗിക്കും. മീറ്റ് ഇത് കൺജങ്ഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആൻഡിൻ്റെ പോലത്തെ ഇതാണ് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ആൻഡ് ക്യൂ 2 വേരിയബിളാണ് പിയും ക്യൂയും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒറ്റ സിംഗിൾ വേരിയബിളാണ്, പി മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതേസമയം ബൈനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരേ സമയം 2 പ്രപ്പോഷനുകൾ കൺസിഡർ ചെയ്യും. പിയും ക്യൂവും 2 പ്രപ്പോഷൻസ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആയിരിക്കും. അതേസമയം എല്ലാം ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കും. അങ്ങനെ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കൺജങ്ഷൻ്റെ കേസിൽ നോക്കൂ, ശരി തന്നെയല്ലേ നോക്കുക. പി ട്രൂ, ക്യൂ ട്രൂ, ദെൻ പി ആൻഡ് ക്യൂ ട്രൂ, അതായത് പി കൺജങ്ഷൻ ക്യൂ ട്രൂ. പി ട്രൂ, എഫ് ഫാൾസ്, പി ആൻഡ് ക്യൂ ഫാൾസ്. പി ഫാൾസ്, എഫ് ടി, ക്യൂ ടി, പി ആൻഡ് ക്യൂ എഫ്, അത് ഫാൾസ്. പിന്നെ പിയും ക്യൂവും എഫ് ആകുമ്പോൾ എൻ ക്യൂ ഫാൾസ്. അതായത് എല്ലാം ട്രൂ ആണ് കേസിൽ മാത്രമേ കൺജങ്ഷൻ ട്രൂ ആവുകയുള്ളൂ. ബാക്കി എല്ലാ കേസിലും കൺജങ്ഷൻ ഫാൾസ് ആവും. അതായത് ഏതെങ്കിലും ഒന്ന് മാത്രം ഫാൾസ് ആയാൽ പോലും സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൺജങ്ഷൻ മൊത്തം ഫാൾസ് ആയിരിക്കും. അതാണ് കൺജങ്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ജങ്ഷനാണ്. ഡിസ്ജങ്ഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിനോട്ട് ചെയ്യുന്നതാണ് വീന്ന്, ജോയിൻ, ഓർ, പ്ലസ് ഒക്കെ എന്താണ് ഡിസ്ജങ്ഷനാണ്. ഇനി എന്താണ് ഡിസ്ജങ്ഷൻ നോക്കാം. ഡിസ്ജങ്ഷൻ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതിന് തിരിച്ച് പറയുന്ന രൂപമാണ്. ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ പോലും ആ സ്റ്റേറ്റ്മെൻറ്റ് ഫുൾ ട്രൂ. അത് ഫസ്റ്റ് പറയുമ്പോൾ ലെറ്റ് പി ആൻഡ് ക്യൂ ബി 2 പ്രപ്പോസിഷൻസ്, ദെൻ ഡിസ്ജങ്ഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഡിനോട്ടഡ് ബൈ എന്താണ്, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്തതിൽ ഏതെങ്കിലും ഒരു ചിഹ്നം ഉപയോഗിച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ദ കോമ്പൗണ്ട് ഇപ്പോൾ നമ്മൾ ശരിക്കും 2 തരത്തിൽ പ്രപ്പോഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും കോമ്പൗണ്ട് പ്രപ്പോഷൻ ഉണ്ടാക്കുകയാണ്. സിമ്പിൾ പ്രപ്പോഷൻ തന്നിട്ടുണ്ട്. പി ഒരു സിമ്പിൾ പ്രപ്പോസിഷനാണ്, ക്യൂവും സിമ്പിൾ പ്രപ്പോസിഷനാണ്. പിയും ക്യൂവും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് പ്രപ്പോഷൻ ഉണ്ടാക്കാം. ആ ഡിസ്ജങ്ഷൻ്റെ കേസിൽ രണ്ടും ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ട്രൂ ആവും, എല്ലാം ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ആവും. അതായത് കൺജങ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. ശ്രദ്ധിക്കൂ, പിയും ക്യൂവും ട്രൂ ആയപ്പോൾ ഡിസ്ജങ്ഷൻ ട്രൂ, പി ട്രൂവും ക്യൂ ഫാൾസ് ആയപ്പോൾ ഡിസ്ജങ്ഷൻ ട്രൂ, പി ഫാൾസും ക്യൂ ട്രൂ ആയപ്പോൾ ഡിസ്ജങ്ഷൻ ഫാൾസ്. രണ്ടും
ഫാൾസ് ആയപ്പോൾ ഡിസ്ജങ്ഷൻ ആൾസോ ഫാൾസ്. മൂന്നാമത് എക്സ്ക്ലൂസീവ് ഓറാണ്. എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ കാണാണ്ട് മനസ്സിലാക്കിയേ കഴിയുള്ളൂ. അല്ല വേറെ ട്രിക്കുകളൊന്നുമില്ല ഓർക്കാൻ. ഒന്ന് പഠിക്കുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് രൂപത്തിൽ അടുത്ത വഴി ഇഞ്ചക്ഷനും അങ്ങനെയാണ് കിടക്കുന്നത്. ഇനി എക്സ്ക്ലൂസീവ് ഓറിൻ്റെ കേസിൽ രണ്ടും ഒരേ പ്രൊപ്പോർഷൻ ആണെങ്കിൽ, അതായത് രണ്ടും ട്രൂ അല്ലെങ്കിൽ രണ്ടും ഫാൾസ്, അങ്ങനെയുള്ള കേസുകളിൽ എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കും. പിയും ക്യൂവും ട്രൂ വന്നാലും പിയും ക്യൂവും ഫാൾസ് വന്നാലും എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. അതേസമയം ഏതെങ്കിലും ഒന്ന് ട്രൂ വന്നിട്ടുണ്ടെങ്കിൽ ഫങ്ഷൻ ട്രൂ ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ഓർ ടേബിൾ നോക്കൂ, ട്രൂത്ത് ടേബിൾ. ഇതാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇതിൽ ഓരോന്നിനും വാല്യൂയാണ് ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പിയും ക്യൂവും ട്രൂ ആയപ്പോൾ എക്സ്ക്ലൂസീവ് ഓറിൻ്റെ ടേബിൾ ഫാൾസ് ആയി. അതേപോലെ ലാസ്റ്റിലേക്ക് രണ്ടും ഫാൾസ് ആയപ്പോഴും ഫാൾസ്. അതേസമയം ഒരു ടി വരികയാണ് ആയതുകൊണ്ട് പി ആൻഡ് ക്യൂ ട്രൂ ആണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇംപ്ലിക്കേഷനാണ്. ഇംപ്ലിക്കേഷൻ കാണിക്കാനുള്ള ചിഹ്നമാണ് ഒരു ആരോ മാർക്ക് അല്ലെങ്കിൽ 2 ആരോ മാർക്ക്. ഇനി ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം ചിഹ്നം ശ്രദ്ധിക്കണം, പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ട്രൂത്ത് ടേബിളിലെ വാല്യൂ ആണ്. അതായത് രണ്ടും ട്രൂവോ രണ്ടും ഫാൾസോ, രണ്ടും ട്രൂ അല്ലെങ്കിൽ രണ്ടും ഫാൾസ്, അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഇംപ്ലിക്കേഷൻ പോസിറ്റീവായിരിക്കും. അതേസമയം ഏതെങ്കിലും ഒന്ന് ട്രൂ ആണ് കേസല്ല, അതായത് പി ടെൻസ് ടു എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവസാനം വരുന്ന എലമെൻറ്റ് ഇപ്പോൾ പി ടിയും ക്യു എഫ് ആണ്. ടി ടെൻസ് ടു എഫ് ആണ്, അതായത് ലാസ്റ്റത്തത്. ഇവിടെ ലാസ്റ്റത്തത് അതായിരിക്കും ഇവിടെ വരുന്ന ബൈ പ്രൊഡക്റ്റ്. അപ്പോൾ ഓരോന്നിനും പ്രത്യേകം റൂൾസ് ഉണ്ട്, അതിന് ശ്രദ്ധിക്കുക. ഇംപ്ലിക്കേഷനിൽ പറയുന്നത് രണ്ടിൻ്റെയും വാല്യൂ ട്രൂ ഓ ഫാൾസോ ആണെങ്കിൽ നമ്മുടെ ഇംപ്ലിക്കേഷനും ട്രൂ ആയിരിക്കും. അതേസമയം പിയും ക്യൂവിൽ രണ്ടും വ്യത്യസ്തമാണെങ്കിൽ, ഒന്ന് ട്രൂ ഒന്ന് ഫാൾസുമാണെങ്കിൽ, പി ഇംപ്ലിക്കേഷൻ ക്യൂ ആണെങ്കിൽ ക്യൂവിൻ്റെ എലമെൻ്റ് ആയിരിക്കും ഇംപ്ലിക്കേഷൻ്റെ ബൈ പ്രൊഡക്റ്റ്, അതായത് ഈ അവസാനം വരുന്നത്. അങ്ങനെയാണ് ഇംപ്ലിക്കേഷൻ കാണുക. ഇനി ബൈ ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ചിഹ്നം ആരോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. അതിൽ ഫസ്റ്റത്തെ രണ്ടും ട്രൂ, രണ്ടാമത് ട്രൂ ഫാൾസ് ട്രൂ ഫാൾസ് ട്രൂ. ഇതിലൊറ്റ വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ട്രൂ ആണെങ്കിലും രണ്ടും ഫാൾസ് ആണെങ്കിലും ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്. രണ്ടും ട്രൂ ആണ്, രണ്ടും ഫാൾസ് ആണെങ്കിലും ബൈ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടും ട്രൂ ആണ്. അതേസമയം ഏതെങ്കിലും ഒന്ന് മാത്രം ട്രൂവും മറ്റൊന്ന് ഫാൾസുമാണെങ്കിൽ ബൈ പ്രൊഡക്റ്റ് ഫാൾസ് തന്നെയായിരിക്കും. ഇത്രയാണ് ബൈനറി ഓപ്പറേറ്ററിൽ പറയാനുള്ളത്. ഓരോ ടേബിൾ വ്യത്യസ്തമായി പഠിച്ചാൽ മാത്രമേ ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഇത് ഓർത്ത് വയ്ക്കുക തന്നെ വേണമല്ലാതെ വേറെ ട്രിക്സുകളൊന്നുമില്ല. പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഓർമ്മയിൽ വയ്ക്കാം. അപ്പോൾ എന്താണ് ലോജിക്കൽ ഓപ്പറേറ്റർ, എന്തൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേഷൻസ്, അതിൽ ഏതൊക്കെയാണ് ഓപ്പറേറ്റർ, യൂണറി ബൈനറി, അതിലുള്ള ഡിവിഷൻ. യൂണറിയിൽ ഡിവിഷനൊന്നുമില്ല. ബൈനറിയിൽ ബൈജങ്ഷൻ, കൺജങ്ഷൻ, ഡിസ്ജങ്ഷൻ, എക്സ്ക്ലൂസീവ് ഓർ ഇംപ്ലിക്കേഷൻ, ബൈ ഇംപ്ലിക്കേഷൻ. ഇനി ഒത്തിരി ഉണ്ട്. നമുക്ക് കോമൺ ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.